ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഉദ്യോഗാർത്ഥികളിൽ വന്നൊരു ചോദ്യമുണ്ട്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നൊരു സംശയം ഉയർന്നു വരുന്നുണ്ട്. അതിനുള്ള മറുപടിയുമായിട്ടാണ്. ലീഗൽ മെട്രോളജിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അളവ്, തൂക്കം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ഒരു കൺസ്യൂമറിന്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂട്ട് തന്നെ സമൂഹത്തിൽ കൃത്യമായ ഉത്തരവാദിത്വവും ഒപ്പം തന്നെ പല കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റാണ് ഈ ഒരു ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. ഇതിന്റെ യോഗ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയാണ് നമ്മൾ നോക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ഒരു പേപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന രീതിയിലുള്ള ഒരു ഡിഗ്രിയാണ്, ഒരു ബാച്ചിലർ ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഉദാഹരണത്തിന് ഫിസിക്സ് മെയിനായിട്ട് എടുത്ത BSc-കാർക്ക് അപ്ലൈ ചെയ്യാം. കെമിസ്ട്രിയിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഒരു പേപ്പറായിട്ട് നമ്മൾ ഫിസിക്സ് എടുത്തിരിക്കണം. അതായത് ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും. ഇത് കൂടാതെ കെമിസ്ട്രി എടുത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു ഫിസിക്സ് ഒരു പേപ്പറായിട്ട് എടുത്തിരിക്കും. ഇനി മറ്റേതെങ്കിലുമൊക്കെ വിഷയം എടുക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? ഫിസിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കും. അങ്ങനെ നേടിയിരിക്കുന്ന ഒരു ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ ആർക്ക് അപ്ലൈ ചെയ്യാം? ഇത് കൂടാതെ ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിടെക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി, അതായത് കേരളത്തിൽ നമുക്ക് ഇക്വലൻസി എടുക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾ എവിടെന്നെങ്കിലും ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ബിടെക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? UGC റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ PSC നിഷ്കർഷിക്കുന്ന ഏതെങ്കിലും ഒരു കേരളത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്തെടുക്കാം? ഇക്വലൻസി വാങ്ങാവുന്നതാണ്. ഇനിയും ഇത് കൂടാതെ ചോദ്യം വന്നിട്ടുള്ളതും സംശയം വന്നിട്ടുള്ളതും പ്രധാനമായിട്ടും ഡിപ്ലോമയായിട്ടാണ്. ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാം, പക്ഷേ അതിന് കുറച്ച് വ്യവസ്ഥകളുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡിപ്ലോമ കിട്ടിയ ശേഷം നിങ്ങൾ സർവീസിൽ കയറിയതായിരിക്കണം. അതായത് നിങ്ങൾ സർവീസിൽ കയറിയിട്ട് മറ്റേതെങ്കിലും ഒരു യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സർവീസിൽ കയറി നിങ്ങൾ ഒരു ഡിപ്ലോമ നേടിയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് 3 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുകയും 3 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട പോസ്റ്റിൽ ജോലി ചെയ്യുകയും ചെയ്ത് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര മേഖലയിൽ നിങ്ങൾ ഈ ഒരു നിർദ്ദിഷ്ട എക്സ്പീരിയൻസ് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ളതായിരിക്കണം. ആ ഒരു മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയും സർക്കാർ ജോലിയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും പറ്റും. പക്ഷേ അവിടെ ഒരു കൃത്യമായ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾ ഈ ഡിപ്ലോമ കിട്ടിയിട്ട് ജോലി ചെയ്തിരിക്കുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലായിരിക്കണം, അതായത് ഒരു രജിസ്റ്റേർഡ് കമ്പനിയിലായിരിക്കണം. അതായത് ഗവൺമെന്റിന് മുമ്പിൽ നമുക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോലെ ഒരു കമ്പനി ആയിരിക്കണം. ഉദാഹരണത്തിന് ടാറ്റ, L&T ഇങ്ങനെയൊക്കെയുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേം ഉണ്ടായിരിക്കും. ഇപ്പം റെക്കഗ്നൈസ്ഡ് ഉള്ള കമ്പനികൾ, റോഡ് കൺസ്ട്രക്ഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾ, ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി ഇത് കൂടാതെ ഒരു വ്യവസ്ഥ കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിർദ്ദിഷ്ട യോഗ്യതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ഡിപ്ലോമയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഇവിടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവർ പരിഗണിക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ലീഗൽ മെട്രോളജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ലീഗൽ മെട്രോളജിയിലെ ഏതെങ്കിലും സമയത്ത് ജോലി ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ യോഗ്യത ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഫിസിക്സ് ഒരു പേപ്പറായിട്ട് എടുത്ത ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത് നിങ്ങൾക്ക് ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് റെലവന്റ് എക്സ്പീരിയൻസ് സംസ്ഥാന കേന്ദ്ര സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഈ ഒരു ലീഗൽ മെട്രോളജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അവർക്കും ഡിപ്ലോമ യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാം അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ, അതായത് എക്സാം എഴുതിയ ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ വെച്ച് അപ്ലൈ ചെയ്യാം. ഇക്വലൻസി വെച്ചൊക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ ഇതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പ്രയോജനപ്പെടത്തില്ല. ഇങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പ്രായപരിധിയാണ്. പ്രായപരിധി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ PSC എക്സാമിനൊക്കെ പറയുന്ന പോലത്തെ തന്നെ പ്രായപരിധിയാണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. മാത്രവുമല്ല SC ST OBC വിഭാഗങ്ങൾക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കും. SC വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC വിഭാഗങ്ങൾക്ക് 3 വർഷവുമാണ് ഇളവ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ടവർക്കും ഇതിൻ്റെതായിട്ടുള്ള ഇളവ് ലഭിക്കുന്നതാണ്. അതുകൂടാതെ എക്സ് സർവീസ്മാൻ മുതലായവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്.
പ്രായപരിധിയാണ്. അപ്പോൾ ഈ ഒരു പ്രായപരിധിയിൽ നിന്നുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠനം എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്, ഉറപ്പായിട്ടും വരും എന്നത് ഉറപ്പാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഒരു ലോങ് വിഷനോട് കൂടി തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അതായത് ഒരു വരാൻ പോകുന്ന ഒരു ഉറപ്പുള്ള, അതായത് ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ വരുമെന്നും നടക്കുമെന്നും ഉറപ്പുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. അതിന് കൃത്യമായിട്ട് സിലബസിന്റെ അടിസ്ഥാനത്തിൽ കോർ സബ്ജക്റ്റുകൾ മുഴുവൻ സ്ട്രെങ്തൻ ആക്കി ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്ത് മുൻവർഷ ചോദ്യ പേപ്പറുകളൊക്കെ പരിചയപ്പെട്ട് ഒരു കോർ ഏരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു പരീക്ഷയുടെയും റാങ്ക് ലിസ്റ്റിലേക്കുള്ള ആദ്യ പടി. അവിടെ നമുക്ക് ആദ്യം റാങ്ക് ലിസ്റ്റിൽ എത്തുന്നതിന് അടുത്ത് വരെയെങ്കിലും എത്തണം. അതിനുശേഷമാണ് അവസാന സമയത്ത് ലാപ്പിലൂടെ ലാപ്പിൽ ഓടി നമ്മൾ 1ാം റാങ്കിലും 2ാം റാങ്കിലും ഒക്കെ എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു പഠനമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു ലോങ് ടൈം സ്റ്റഡി ബാച്ച് തുടങ്ങുകയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ഏറെക്കുറെ കണ്ടന്റുകൾ മുഴുവൻ പഠിച്ചു തീർക്കാനും പിന്നീടുള്ള സമയം കൃത്യമായി റിവൈസ് ചെയ്ത് ഒരു പ്രോ ലെവലിൽ എക്സാമിനേഷനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. മാത്രമല്ല ഒരു ലോങ് ടൈമിൽ നിരന്തരമായി എക്സാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും, പരീക്ഷാ ഹോളിലെ ഒരു വലിയ സ്ട്രെസ് ഓവർകം ചെയ്യാനും പറ്റും. അത്തരത്തിലാണ് നമ്മുടെ കോഴ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോഴ്സ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും എവിടെയാണെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും ഒപ്പം തന്നെ പഠിക്കുന്നതിനും പറ്റും. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് അസസ് ചെയ്യുന്നതിന് ഒരു അധ്യാപിക നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ട് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. കൂടാതെ ലൈവ് ഡൗട്ട് ക്ലിയർ സെഷനുകളും ഉണ്ട്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ കോഴ്സ് നൽകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഈ ഒരു ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ബിടെക്കാർക്കും ഒക്കെ കിട്ടാവുന്ന ഏറ്റവും നല്ല സുവർണാവസരമാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. സർക്കാർ സർവീസിൽ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കേരള സർക്കാരിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.